ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന നാളെ നടക്കും. SIT സംഘം മല കയറുകയാണ്. ശ്രീകോവിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ ശേഖരിക്കും. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളികൾ അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ട് അത് നമ്മൾ തത്സമയം കാണുകയും ചെയ്തതാണ്. ഇനി വീണ്ടും അത് പൂർണ്ണമായും ഇളക്കിയെടുത്ത് തന്നെയാണോ പരിശോധിക്കുക? എത്ര സ്വർണ്ണമുണ്ട് എന്നൊക്കെ കണ്ടറിയണമല്ലോ. എത്ര പേരടങ്ങുന്ന സംഘമാണ് മല കയറുന്നത്? എങ്ങനെയാകും പരിശോധന? അന്വേഷണ സംഘത്തിന്റെ തലവൻ ുള്ള 20ഓളം പേരാണ് പമ്പയിൽ നിന്നും സന്നിധാന മേഖലയിലേക്ക് പോയിട്ടുള്ളത്. 10:45 കൂടിയാണ് സംഘം പമ്പയിലെത്തിയത്. ഈ പരിശോധനയ്ക്കായി ശാസ്ത്രീയ പരിശോധന പൂർണ്ണ വിജയത്തിലെത്തുന്നതിനായി സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളുടെ കൂടി പിന്തുണ തേടിയിട്ടുണ്ട്. അവരടങ്ങുന്ന ഏറെക്കുറെ 20ഓളം പേരാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് നീങ്ങിയിട്ടുള്ളത്. അടുത്ത 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ അവർ അവിടെ എത്തും. ഒപ്പം തന്നെ സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിലാണ് ഇവർക്ക് താമസത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ വൃശ്ചിക മാസം 1-ാം തീയതി പുലർച്ചെ 3 മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ദർശനം. ശേഷം വരുന്ന 2 മണിക്കൂർ സമയം, അതായത് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തായിരിക്കും പരിശോധനകൾ ഉണ്ടാവുക. കട്ടിളപ്പാളിയുടെ അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളികൾ എന്നിവയാണ് പരിശോധിക്കുന്നത്. കൃത്യം എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് ഈ പരിശോധന. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം ദേവസ്വം ബോർഡ് മുഖേന SIT തന്ത്രിയിൽ നിന്നും ഈ പരിശോധനയ്ക്കായി അനുമതിയും കഴിഞ്ഞ ദിവസം നേടിയിരുന്നു. എന്തായാലും ഈ പരിശോധന പൂർത്തിയാവുന്നതോടുകൂടി ഇപ്പോൾ നവീകരണം പൂർത്തിയാക്കി എത്തിച്ചിട്ടുള്ള പാളികളുടെ അടക്കം ഉള്ള കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അഭിലാൽ, ഇപ്പോൾ ക്ഷേത്രനട ഇന്ന് തുറക്കുകയാണ്. നാളെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തിരക്കും ഒക്കെ രാവിലെ ഉണ്ടാകും. എങ്ങനെയാണ് ദർശനത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ ഭക്തർക്ക് പ്രശ്നങ്ങളില്ലാതെ ഉള്ള രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ പരിശോധനയൊക്കെ മുന്നോട്ട് പോവുക? അതെ, വൃശ്ചിക മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. അതിനുശേഷം 3 മണി വരെയുള്ള 2 മണിക്കൂർ സമയം 18 പടി കയറാൻ മറ്റാരെയും അനുവദിക്കുകയില്ല. ഈ സമയത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കണം എന്നുള്ളതാണ് തന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഭക്തജനങ്ങൾ ഈ സമയം എന്നുള്ളതിനാൽ തന്നെ ദർശനത്തിന് തടസ്സമുണ്ടാകുകയില്ല. ഈ 2 മണിക്കൂർ സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കുക എന്നുള്ളത് ഏറെ സമഗ്രമാണ്. അതിനാൽ തന്നെ വലിയ മുന്നൊരുക്കത്തോടു കൂടി സാങ്കേതിക വിദഗ്ധരുടെ സാന്നിധ്യം കൂടി ഉറപ്പാക്കിയാണ് നടപടികൾ നാളെ ഉണ്ടാവുക. ഈ സമയം പരിശോധന സമയത്ത് മാധ്യമങ്ങളെ അനുവദിക്കൂ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്.